നമ്മളോട് ഈ നെല്ല് റബ്ബർ കർഷകരുടെ പ്രതികരണം കുറച്ച് സമയം മുൻപ് നമ്മൾ കാണിച്ചിരുന്നു. വലിയ നിരാശയിലാണ്. താങ്ങുവില 250 ആക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ റബ്ബർ കർഷകരുടെ നിരാശ. നെൽ കർഷകർ ഇനിയിപ്പോൾ കൃഷി അവസാനിപ്പിക്കേണ്ടി വരുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അവരോട് എന്താണ് മിനിസ്റ്ററിന് പറയാനുള്ളത്? മറ്റൊന്ന്, ആശാ വർക്കേഴ്സ് പറയുന്നത് ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന് സമ്മതിച്ചല്ലോ, ഞങ്ങൾക്ക് തൃപ്തിയില്ല, പക്ഷേ ഇപ്പോൾ വർദ്ധിപ്പിക്കേണ്ടി വന്നല്ലോ എന്ന് പറയുകയാണ്. പ്രതിപക്ഷം അവിടെയും ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട്. അതിനുള്ള മറുപടി കൂടി. ഇതൊക്കെ നമ്മളെന്താ ഇതിനൊക്കെ പറയുന്നത്? ആശാ വർക്കർമാരുടെ ബേസിക് ആയിട്ടുള്ള അലവൻസ് 1500 രൂപയോ മറ്റോ സെൻട്രൽ ഗവൺമെൻറ് 12 വർഷം മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാന ഗവൺമെൻറ് LDF സംസ്ഥാന സർക്കാർ ആയതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കാത്തത്? ഞങ്ങൾ ഇനിയും കൊടുക്കും. ആശാ വർക്കർമാരല്ല, ഞങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന ആളുകൾക്കായാലും ഞങ്ങൾ കൊടുക്കും. പക്ഷേ നമുക്ക് കിട്ടാനുള്ള പണം കിട്ടിയിരുന്ന ഇതിനേക്കാൾ എത്രയോ വർദ്ധിപ്പിക്കാൻ പറ്റുമായിരുന്നു. റബ്ബറിൻ്റെ വില, ഇന്ത്യയിൽ എവിടെയെങ്കിലും റബ്ബറിന് തറ വിലയുണ്ടോ? ഞാൻ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മന്ത്രിയാവുന്നതിന് മുമ്പ്. കർഷക സംഘം എത്രയോ കാലമായി ആവശ്യപ്പെടുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ്, വാസ്തവത്തിൽ കഴിഞ്ഞ ഏപ്രിലാണ് ഈ 170 രൂപയാക്കിയത്. അതിനുശേഷം ഞാൻ മന്ത്രിയായതിനു ശേഷം വീണ്ടും 10 രൂപ കൂടെ 150 രൂപയാക്കി. ഇപ്പോൾ 200 ആക്കി. 250 അതിൽ കൂടുതൽ കൊടുക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. ഞാൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, റബ്ബറിൻ്റെ വില വർദ്ധിപ്പിച്ച് തരാനുള്ള സബ്സിഡി തരണമെന്നാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടുകയാണെങ്കിൽ എല്ലാ മേഖലയിലും നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. കിട്ടാനുള്ള പണം കിട്ടാതിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുക. നെൽകൃഷിക്കാർക്കും വ്യാപകമായ നിരാശയൊന്നുമില്ല. അതൊക്കെ ഏതെങ്കിലും പ്രത്യേകമായിട്ട് പറയുന്നതല്ലാതെ പൊതുവിൽ തൊട്ട് മുമ്പ് 2 രൂപയോളം വർദ്ധിച്ചത് കുറവാണെന്നൊന്നും ആരും പറയാൻ സാധ്യതയില്ല. പക്ഷേ ക്ഷേമ പെൻഷൻ്റെ ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുള്ളതിനകത്ത് ഈ 2.5 ലക്ഷം കോടി വെട്ടിക്കുറയ്ക്കാതെ ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഭാഗമെങ്കിലും കിട്ടിയാൽ യാതൊരു സംശയമില്ല, അതിനേക്കാളും കൂടുതൽ കൊടുക്കാൻ പറ്റും. അത്രയും സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതി തന്നെ ആയിരിക്കും അപ്പോൾ. പക്ഷെ തരാനുള്ള പണം ഒന്നും തരാതെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും 100 രൂപ കേന്ദ്രത്തിൽ നിന്ന്, അവരുടെ സ്വന്തം വരുമാനത്തിൽ 100 രൂപ ഉള്ളതിൽ 53 രൂപയും കേന്ദ്രം കൊടുക്കുകയും ബാക്കി സംസ്ഥാനം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന് മാത്രം 100 രൂപ വരുമാനമുള്ളതിൽ 75 രൂപയും സംസ്ഥാനം ഉണ്ടാക്കണം, 25 രൂപ മാത്രമേ കേന്ദ്രം തരൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടട്ടെ, ഇതിനേക്കാളും കൂടുതൽ കൊടുക്കും. അത് ആത്മവിശ്വാസത്തോടുകൂടി പറയുന്ന കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് എന്നുള്ളതിനുള്ള മറുപടി ഒരൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടതുകൊണ്ടുള്ള ബജറ്റല്ല. തെരഞ്ഞെടുപ്പ് സമയത്തും എല്ലാ സമയത്തും നല്ല ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളെ സേവിക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഉള്ളത്. ജനങ്ങൾക്ക് പരമാവധി വികസന കാര്യങ്ങൾക്കും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പായാലും അക്കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.